വയസ്സിന്റെ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന അസ്ഹാബുൽ കഹ്ഫ്, ഈ ചെറുപ്പക്കാർ, അവർ ഭരണാധികാരിയുടെ കുതന്ത്രത്തിന് വീണുപോയി അവന്റെ മുന്നിൽ അടിയറവ് വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് കൽപ്പിച്ചുകൊണ്ട് അവരൊരു ഗുഹയിലേക്ക് പോയി. ചരിത്രമൊക്കെ നമുക്കറിയാം. 6-7 ചെറുപ്പക്കാരൊരു ഗുഹയിലേക്ക് പോയി അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. 350 വർഷം അവർ അവിടെ കിടന്നുറങ്ങി. 350 വർഷം അല്ലാഹു അവിടെ കിടത്തി ഉറങ്ങി. എന്നിട്ട് അവർ ഉണർന്നു. പക്ഷെ അവർക്കറിയില്ല ഈ 350 വർഷവും ഉറങ്ങിയതായിട്ട് അവർക്കറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മല കയറി വന്നു, ക്ഷീണിച്ച് കിടന്നു, ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ഉറക്കമെണീക്കും. അവർക്ക് അത്രേ അറിയുള്ളൂ. ഉണർന്നപ്പോ നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ ഭക്ഷണം വേണം. കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ എല്ലാം ഒന്ന് ചേർത്തു. എന്നിട്ട് കൂട്ടത്തിൽ ഒരാളെ കൊടുത്തു. നീ പോയി ഹോട്ടലിൽ നമുക്ക് ആവശ്യമായ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ ഈ പൈസയുമായി കൂട്ടത്തിൽ ഒരാൾ യാത്രയായി പോയി ഹോട്ടലിൽ ചെന്നു. ഹോട്ടലിൽ ചെന്നൊക്കെ ആവശ്യമുള്ള ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു. ഭക്ഷണം പാഴ്സൽ വന്നു, കൂടെ ബില്ലും വന്നു. ഭക്ഷണത്തിന്റെ ബില്ല് നോക്കി കയ്യിലുണ്ടായിരുന്ന പണം ഹോട്ടൽ ഉടമയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നാൽ ആ ഹോട്ടലിന്റെ ഉടമ പണം വാങ്ങിയില്ല. അയാൾ പണം വാങ്ങിയില്ല, ആ പൈസയെ തിരിച്ചു കൊടുത്തു. കാര്യം എന്താ? അയാൾ പറഞ്ഞു, സഹോദര അറിഞ്ഞില്ലേ, എന്റെ ഈ പൈസ ചോദിച്ചില്ല. കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് സാധാരണക്കാരായ പൊതുജനത്തിന് ഒരു ചായ പോലും വാങ്ങി കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വരുത്തി വെച്ച ഭരണാധികാരി ലോകത്ത് കടന്നുപോയിച്ചത് വിശുദ്ധ ഖുർആനാണ്. ഇത് വിശുദ്ധ ഖുർആനാണ്. നമുക്കറിയുമോ ഫറോവയെ പറ്റി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? ഫറോവ വലിയ അധികാരിയാണ്. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സെറ്റപ്പ് ഉണ്ട്, സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. എന്തു പറഞ്ഞാലും നടക്കും. പക്ഷേ ഈ ഫറോവ എന്ന അധികാരി ഇയാളുടെ സ്വന്തം ഭാര്യ തന്നെ അയാൾക്കെതിരായി. ഒരു രാജ്യത്തിന്റെ അധികാരിയാണ്, പക്ഷേ സ്വന്തം ഭാര്യ തന്നെ അയാൾക്കെതിരാ. ആര്? ഫറോവ സ്വന്തം ഭാര്യ തന്നെ എതിർക്കുന്നു. ആ പടച്ചവനെ, എങ്ങനെയെങ്കിലും ഈ ഫറേനി തന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ. രാജ്യത്തിന്റെ അധികാരം കൈയാളിയിരുന്ന ഒരു അധികാരിയുടെ ഭാര്യ പോലും അയാൾക്കെതിരായിരുന്ന ചരിത്രം വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരിക. എന്ന് മാത്രമല്ല, ഈ ഫറോവയ്ക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ഫറോവയ്ക്ക് കുട്ടികളില്ല. കുടുംബവും കുട്ടിയൊന്നും അല്ല അയാൾക്ക് വിഷയം. അയാൾക്ക് ഇങ്ങനെ അധികാരം പിടിച്ചു നിർത്തുക, കലാപങ്ങൾ നടത്തുക, പ്രശ്നം ഉണ്ടാക്കുക, ഇസ്ലാമിനെ നശിപ്പിക്കുക. ഫറോവയുടെ ശ്രമങ്ങളും അയാളുടെ താല്പര്യങ്ങളും ഒക്കെ അങ്ങനെയാ. ഇന്ന് മാത്രമല്ല, നമുക്കറിയോ ഖുർആൻ പറയുന്നത് ഫറോവ ഒരു വലിയ പ്രഭാഷകനായിരുന്നു, അധികാരിയാണ്, പ്രസംഗിക്കാനൊക്കെ അറിയാം ഇയാൾക്ക്. നാട്ടുകാരുടെ മുന്നിലേക്ക് വന്നിട്ട് ഫറോവ പ്രസംഗങ്ങൾ, ചില സമയത്ത് ചില പ്രസ്താവനകൾ നടത്തും. ഇയാൾ എങ്ങനെയാണ് ഇയാളുടെ പ്രസംഗങ്ങൾ നടത്തുന്നത്? ഖുർആൻ പറഞ്ഞു തരിക. അള്ളാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കി തരികയാണ്. ഫറോവ എന്ന ഭരണാധികാരി തന്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗം നടത്തുന്നു. യാ ഖൗം അലൈസ ലീ മുൽകു മിസ്റ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഫറോവ തന്റെ ആളുകളെ നോക്കിയിട്ട് പ്രസംഗിക്കുന്നു. ഫറോവ തന്റെ പ്രസംഗം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? യാ ഖൗം, യാ ഖൗം. അല്ലയോ പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലയോ പ്രിയപ്പെട്ട നാട്ടുകാരെ, യാ ഖൗം. മലയാളത്തിൽ പറഞ്ഞ പ്രിയപ്പെട്ട നാട്ടുകാരെ നമുക്ക് പറയാം. ഹിന്ദിയിലേക്കൊക്കെ മാറ്റിയാൽ യാ ഖൗം, മേരെ പ്യാരെ ദേശവാസിയോ. ഫറോവ എന്ന അധികാരി തന്റെ ജനങ്ങളെ നോക്കിയിട്ട് പ്രസംഗം തുടങ്ങുന്നത് തന്നെ യാ ഖൗം എന്ന് വിളിച്ചുകൊണ്ട്. ഇത് വിശുദ്ധ ഖുർആനാണ്, നിങ്ങൾ സംശയിക്കേണ്ടുന്നതില്ല. ഇത് ഖുർആൻ എത്രയോ കാലമായി നമ്മളോട് വിളിച്ചു പറയുക. ഇത് കാലോചിതമായി ചർച്ച ചെയ്യാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ കാലോചിതമായി ചർച്ച ചെയ്യാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ചും ഈ ഭയപ്പാടിന്റെ കാലഘട്ടത്തിൽ, ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് വൃത്തികേട് കാണിക്കുന്നവരുടെ കാലഘട്ടത്തിൽ, ഭയപ്പെട്ട് കഴിയുന്ന സമൂഹത്തിന്റെ ഉള്ളിൽ ഒരു നിർഭയത്വത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകൾ ചർച്ച ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. ഇത് എനിക്ക് വേണ്ടി ഇറക്കപ്പെട്ട ഒരു ഖുർആനല്ല, ഇത് നമുക്ക് വേണ്ടി ഇറക്കപ്പെട്ട ഖുർആനാ. ഇത് അബ്ദുൽ ഖാസിം